കർത്താവിന്റെ തിരുനാമത്തിന് മഹത്വം. 1-1.5 ആഴ്ചകൾക്കുള്ളിൽ ഇന്ന് ആദ്യമായിട്ടാണ് ഒരു മെസ്സേജുമായി വരുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, നിങ്ങൾ പല ആളുകളും പത്രദ്വാര നെറ്റ് വഴിയൊക്കെ അറിഞ്ഞിരിക്കുന്ന പോലെ ഞങ്ങൾ പാർത്തു വരുന്ന സ്ഥലം ഇടയാറന്മുള, അതിന്റെ പരിസര പ്രദേശങ്ങൾ, ആറന്മുള, തോട്ടപ്പുഴശ്ശേരി, മല്ലപ്പുഴശ്ശേരി, കോഴഞ്ചേരി, പുല്ലാട്, ഈ പ്രദേശങ്ങളെല്ലാം അതിതീവ്രമായിരിക്കുന്ന മഴയുടെ ആഘാതത്താൽ വെള്ളപ്പൊക്കമുണ്ടായി. 2018 മഹാപ്രളയത്തിന് ശേഷം അത്രയും വന്നില്ലെങ്കിലും സമാനതയില്ലാത്ത നിലയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടാവുകയും ഈ കഴിഞ്ഞ 6 ദിവസങ്ങളിൽ ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്തൊരവസ്ഥയിൽ ഞങ്ങളായി തീരുകയും ചെയ്തു. ഇപ്പോഴും വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി അനദർ 2-3 ഡേയ്സ് എടുക്കും. അതുകൊണ്ട് കറണ്ടും ഒന്നും ഇല്ലാഞ്ഞ സാഹചര്യമായതുകൊണ്ട് ഒരു ലൈവിൽ വരുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് ദൈവം എത്രത്തോളമൊക്കെ ക്രമീകരണങ്ങളെ ചെയ്തു തന്നു, അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർത്തവരും ഞങ്ങൾ ക്ഷേമമായിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചവരും അന്വേഷിക്കാത്തവരുമായ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിലുള്ള നന്ദിയെ ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം വിശുദ്ധ ബൈബിളും വേർപാടും എന്ന് പറയുന്ന വിഷയമാണ്. വേർപാടെന്ന് പറയുമ്പോൾ ബ്രദറൻ സഭ എന്നാരും തെറ്റിദ്ധരിക്കരുത്. കാരണം ബ്രദറൻ സഭയെ പൊതുവെ വേർപാട് സഭകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഞാനിവിടെ പറയാൻ പോകുന്നത് ബ്രദറൻ സഭയെ സംബന്ധിച്ചോ വേർപാട് സമൂഹത്തെക്കുറിച്ചോ ഒന്നുമല്ല, മറിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന സെപ്പറേഷൻ അല്ലെങ്കിൽ വേർപാട്, വിശ്വാസിയും വേർപാടും എന്നുള്ള വിഷയമാണ്. അതിലേക്ക് നിദാനമായിരിക്കുന്ന 9 കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞ് ഒരു ഷോർട്ട് വീഡിയോയായി അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇരുട്ടിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിച്ചത് സൃഷ്ടാവായ ദൈവമാണ്. കരയെയും വെള്ളത്തെയും തമ്മിൽ വേർതിരിച്ചത് സൃഷ്ടാവാകുന്ന ദൈവമാണ്. നന്മയും തിന്മയും വേർതിരിച്ചത് സൃഷ്ടാവായ ദൈവമാണ്. വളരെ വ്യക്തമായി നമ്മൾ പഠിച്ചാൽ വേർപാട് എന്ന് പറയുന്ന ഉപദേശ വിഷയം ബൈബിളിന്റെ സൃഷ്ടി വൃത്താന്തം മുതൽ ദൈവത്താൽ ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ട ഒരു വിഷയമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ക്രൈസ്തവ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകത്തിന്റെ പുതിയ നിയമത്തിൽ നാം വേർപാട് പാലിക്കേണ്ടവരാണ് എന്ന് വളരെ വ്യക്തമായി ദൈവവചനം പറയുന്നു. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇത്യാദി വിഷയങ്ങൾ ഒരു വിശ്വാസിയെ യഥാർത്ഥ വേർപാട് അനുഭവത്തിൽ വേർപെട്ട് വരുവാൻ സഹായിക്കാതെ പുറകോട്ട് പിടിക്കുന്ന വിഷയങ്ങളാണ് എന്ന് വിശുദ്ധ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് നിശ്ചയമായി ലഭിക്കപ്പെട്ടിട്ടുള്ള വേർപാടെന്ന് പറയുന്ന വിഷയത്തിന്റെ 9 വളരെ അത്യാവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് ഈ വിഷയം പഠിക്കുന്ന ആർക്കും പ്രയോജനപ്രദമായി തീരും എന്ന് കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്യുകയാണ്. 2 കൊരിന്ത്യർ 6:14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ കൊരിന്തിലെ വിശ്വാസികളോട് നൽകുന്ന പ്രബോധനത്തിൽ ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ വേർപാടിന്റെ മാനദണ്ഡങ്ങൾ ഏതെല്ലാം തലങ്ങളിലായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിലാദ്യം പറയുന്നത് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വിവാഹബന്ധമാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിനെ മാത്രമേ വിവാഹം ചെയ്യാവൂ എന്ന് പൗലോസ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാരണം മറ്റൊരു ബന്ധം ഒരു അശുദ്ധമായ ബന്ധം ആയിരിക്കും, അത് പാടില്ല എന്ന് പറയുന്നു. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 6:14 വാക്യത്തിൽ നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആമോസ് 3:3 2 പേർ തമ്മിൽ ഒത്തിട്ടില്ലാതെ ഒരുമിച്ച് നടക്കുമോ? വാസ്തവത്തിൽ കാലത്തിന്റെ പഴക്കത്തിൽ നീക്കം വരാത്തതും നിശ്ചയമുള്ളതുമായ ദൈവപ്രമാണമാണ് ഒരു വിശ്വാസിയെ മാത്രമേ വിവാഹം കഴിക്കാവൂ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിനെ മാത്രമേ വിവാഹം കഴിക്കാവൂ.
സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ കൊണ്ടോ കാലത്തിന്റെ മാറ്റങ്ങൾ കൊണ്ടോ മാറ്റപ്പെടുവാൻ കഴിയാത്ത ഒരു നിസ്തുല്യമായിരിക്കുന്ന കൽപ്പനയാണത്. 2 കൊരിന്ത്യർ 6:14 ഇങ്ങനെ വായിക്കുന്നു, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തു ബന്ധം? വിശ്വാസിയും അവിശ്വാസിയുമായുള്ള വ്യാപാര ബന്ധങ്ങളെ ഈ വചനഭാഗത്തു നിന്ന് ശക്തമായി വിലക്കുകയാണ്. സകല അനീതിയിൽ നിന്നും വേർപെടണം എന്നാണ് പറയുന്നത്. എന്താണ് ഈ അനീതി എന്ന് പറയുന്നത്? ദൈവത്തിന്റെ സ്വഭാവത്തിന് യോഗ്യമല്ലാത്ത, ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ സ്വഭാവത്തിന് യോഗ്യമല്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരു ക്രിസ്തീയ വിശ്വാസി വേർപാട് പാലിക്കണം എന്ന് വചനം പറയുന്നു. പ്രത്യേകിച്ച് അവിശ്വാസികളുമായിട്ടുള്ള വ്യാപാര വ്യവസായ ബന്ധങ്ങൾ ഒരു ക്രിസ്തു വിശ്വാസിക്ക് ഭൂഷണമല്ല എന്നാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 പറയുന്നത് ഇരുട്ടിന്റെ പ്രവൃത്തികളിൽ നിന്ന് വേർപെടുക. ഇരുട്ടിന്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ പ്രവൃത്തികൾ, പാപത്തിന്റെ പ്രവൃത്തികൾ എന്നാണ് ഇതിന്റെ അർത്ഥം. 2 കൊരിന്ത്യർ 6:15 ക്രിസ്തുവിനെ അല്ല, അവിടെ വായിക്കുന്നു 2 കൊരിന്ത്യർ 6:14 ഇരുട്ടിന് വെളിച്ചത്തോട് എന്തു കൂട്ടായ്മ? വിശ്വാസിയിൽ ലോകത്തിന്റെ വെളിച്ചമായി ക്രിസ്തു അധിവസിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. കർത്താവായ യേശു ഓരോ ക്രിസ്തീയ വിശ്വാസിയുടെയും ഹൃദയാന്തർഭാഗത്ത് പ്രകാശമായി വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇരുട്ടിന്റെ പ്രവൃത്തികളിൽ നിന്ന്, പാപത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന്, വഴികളിൽ നിന്ന് ഒരു ദൈവത്തിൽ ഒഴികഴിവുള്ളവനായിരിക്കണം എന്നാണ് ആ വാക്യം പറയുന്നത്. 4 പഴയ സാത്താനായ ബലിയാലിൽ നിന്ന് വേർപെടുക. 2 കൊരിന്ത്യർ 6:15 ക്രിസ്തുവിനും ബലിയാലിനോട് എന്ത് ചേർച്ച? വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിനായ യേശു ക്രിസ്തുവാണ് വസിക്കുന്നത്. ഒരു പാപി എപ്പോൾ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചൊരു ദൈവബലിയായിത്തീരുന്നുവോ ആ നിമിഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു അവന്റെ ഹൃദയത്തിലേക്ക് വരികയും അവനിൽ വാസം ചെയ്യുവാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ദൈവബലിൽ പഴയ സാത്താനായ ബലിയാൽ നിന്ന് സമ്പൂർണമായ വേർപാട് തന്റെ ജീവിതത്തിൽ പാലിക്കണം എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. 5 2 കൊരിന്ത്യർ 6:15 അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? അവിശ്വാസികളോട് യാതൊരു ബന്ധവും പാടില്ല എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പല ബന്ധങ്ങളിലും അവിശ്വാസികളായ ആളുകളുമായി പല കാര്യങ്ങളും നമ്മൾ ഏർപ്പെടേണ്ടായി വരും. എന്നാൽ ഒരു വിശ്വാസി എന്ന നിലയിൽ എന്ത് ചെയ്യണം? അവന് അവിശ്വാസി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവന് ചെയ്യാൻ സാധിക്കുകയില്ല. അവിശ്വാസിയുമായി ആ നിലയിൽ ഒരു ഫെലോഷിപ്പ്, അതായത് കൂട്ടായ്മയുടെ ബന്ധം പാടില്ല. അവിശ്വാസികളിൽ നിന്ന് വിശ്വാസികൾ വേർപാട് പാലിക്കണം എന്ന് ദൈവവചനം പറയുന്നു. അടുത്തത് 6 2 കൊരിന്ത്യർ 6:16 ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? വിഗ്രഹങ്ങളിൽ നിന്നുമുള്ള വേർപാടാണ്. ഇവിടെ വിഗ്രഹം എന്ന് പറയുന്നത് കേവലം ഏതെങ്കിലും ബിംബത്തെക്കുറിച്ച് മാത്രമുള്ള ഒരു പ്രതീകാത്മകമായ പ്രയോഗമല്ല. ദൈവത്തെക്കാൾ അധികം മനുഷ്യൻ സ്നേഹിക്കുന്ന ഏത് വിഗ്രഹമാണ് എന്ന് വചനം പഠിപ്പിക്കുന്നു. ദൈവത്തെക്കാൾ അധികം പണത്തെ സ്നേഹിക്കുന്നവൻ പണം വിഗ്രഹമാണ്. ദൈവത്തെക്കാൾ കൂടുതൽ ശരീരഭംഗിയെ സ്നേഹിക്കുന്നവൻ അത് വിഗ്രഹമാണ്. ദൈവത്തെക്കാൾ കൂടുതൽ സൗന്ദര്യത്തെ പ്രിയപ്പെടുന്നവന് ആ സൗന്ദര്യം ഒരു വിഗ്രഹമാണ്. ദൈവത്തെക്കാൾ കൂടുതൽ മക്കളെയും അവരുടെ ഭാവിയെയും അവരുടെ ഉദ്യോഗത്തെയും അവരുടെ ശമ്പളത്തെയും പ്രിയപ്പെടുന്നവന് അതെല്ലാം വിഗ്രഹങ്ങളാണ്. ഇപ്പോൾ ഒരു വിശ്വാസിയാകുന്ന ദൈവത്തിൽ ഇങ്ങനെയുള്ള എല്ലാ വിഗ്രഹങ്ങളിൽ നിന്നും ദൈവത്തെക്കാൾ അധികം സ്നേഹിക്കുന്ന സകലത്തിൽ നിന്നും വേർപാട് പാലിക്കണം എന്ന് വചനം പറയുന്നു. 7 ഉപദേശത്തിന്റെ ബാലപാഠങ്ങളെക്കുറിച്ച് വിവാദങ്ങൾ ഉയർത്തുന്ന വ്യാജ ഉപദേശങ്ങളിൽ നിന്ന് വേർപെട്ടിരിക്കുക. തിമോഥെയോസിന്റെ 1 ലേഖനം 6:5 പൗലൂസ് പറയുന്നു, ഇങ്ങനെയുള്ളവരെ ഒഴിഞ്ഞിരിക്കുക. ഏതാ? ഈ ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം ശണ്ട ജനിപ്പിക്കുന്നു എന്നറിഞ്ഞ് ഇങ്ങനെയുള്ളവരെ ഒഴിഞ്ഞിരിക്കുക. ഉപദേശത്തിന്റെ ബാലപാഠങ്ങൾ മാത്രം അറിയാവുന്നവരാണ്. നന്നായി ഉപദേശ സത്യങ്ങൾ പഠിക്കാത്ത ആളുകളാണ്. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാത്തവരാണ്. കട്ടിയായുള്ള ആഹാരം ഭക്ഷിക്കാൻ കെൽപ്പില്ലാത്തവരാണ്. ഇപ്പോഴും കേവലം ബേബി ബിസ്ക്കറ്റും മിൽക്കുമായി മാത്രം കഴിയേണ്ട ആളുകൾ. ഇങ്ങനെയുള്ളവർ പലപ്പോഴും സത്യത്തിന് വിരോധമായി കപടനാട്യം ചെയ്യുന്നവരും അതുപോലെ തന്നെ അനാവശ്യമായ വാദഗതികൾ ഉന്നയിച്ച് സത്യത്തിന് പുറംതിരിഞ്ഞു കളയുന്നതുമായിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ളവരെ ഒഴിവാക്കാൻ തിമോഥെയോസിൽ പൗലൂസ് പറയുന്നു. കൂടാതെ പല വാക്യങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ ഒഴിഞ്ഞിരിക്കണം എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. 8 ദുരുപദേശം പഠിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് വേർപെടുക. 2 യോഹന്നാൻ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ.
അങ്ങനെയുള്ളവരെ വീട്ടിൽ കൈക്കൊള്ളുക പോലും ചെയ്യരുത്. അവിടെ വ്യക്തമായി യോഹന്നാൻ പറയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ട ദൈവപുത്രനെന്ന് വിശ്വസിക്കാത്ത ഒരുവനുമായി ഒരു കുശലവും പറയരുത്. അവനെ നിങ്ങളുടെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവനുമായി ഭക്ഷണം കഴിക്കുകയും അരുത്. കർത്താവായ യേശു ക്രിസ്തുവാണ് ഏക രക്ഷകൻ. അവനാണ് ദൈവത്തിന്റെ നിത്യപുത്രൻ. അവനാണ് ലോകത്തിന്റെ ഏക രക്ഷിതാവ്. അവൻ നിത്യനായ ദൈവത്തിന്റെ നിത്യനായ പുത്രനാണ്. അവൻ സമ്പൂർണ്ണ ദൈവമാണ് എന്ന് വിശ്വസിക്കാത്ത, അംഗീകരിക്കാത്ത ആളുകൾ എതിർ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരാകുന്നു എന്ന് അപ്പോസ്തലൻ പറയുന്നു. അങ്ങനെയുള്ളവരുമായി കുശലം ചെയ്യരുത്, അല്ലെങ്കിൽ അവരുമായി ഭക്ഷണം കഴിക്കരുത്. അവരെ നമ്മുടെ വീടുകളിൽ ഒരിക്കലും കൈക്കൊള്ളരുത്. യഹോവയുടെ സാക്ഷികൾ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ഭാഗമുണ്ട്. അവർ ദൈവപുത്രനായ യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ട ദൈവപുത്രനെന്ന് വിശ്വസിക്കാത്ത ആളുകളാണ്. തൃത്വ നിഷേധികളായ യേശുനാമക്കാർ അല്ലെങ്കിൽ വണ്ണസ്സുകാരുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന ഏക ദൈവമാണ് വിശുദ്ധ ബൈബിളിലെ ദൈവമെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. ഗോഡ് ഇൻ 3 പേഴ്സൺസ് ബ്ലസ്ഡ് ട്രിനിറ്റി എന്നാണ് പാടുന്നത്. എന്നാൽ ദൈവത്തിന്റെ തൃത്വത്തെ വിശ്വസിക്കാതെ ദൈവിക തൃത്വത്തിനെതിരെ രാപകൽ സംസാരിക്കുകയും എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന വണ്ണസ്സുകാരായ ആളുകളുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഫോറത്തിലുമുണ്ട്. ഒരു മനുഷ്യൻ കാരണം കൂടാതെ എന്നോട് ചണ്ടയിടാൻ നിരന്തരമായി വരാറുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഒഴിഞ്ഞു മാറുകയാണ്. എന്താണെന്നറിയാവും, ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം ശണ്ട ജനിപ്പിക്കുന്നു എന്നറിഞ്ഞിട്ട് അങ്ങനെയുള്ളവരെ ഒഴിവാക്കുകയാണ്. എത്ര യുഗങ്ങൾ നമ്മൾ പറഞ്ഞാലും തൃത്വ നിഷേധികൾ ദൈവിക തൃത്വം വിശ്വസിക്കുകയില്ല. അപ്പൊ തൃത്വ നിഷേധികൾ ദൈവനിഷേധികളാണ്. അവർ രക്ഷിക്കപ്പെട്ടവരല്ല, അവർ തങ്ങളുടെ പാപം ചുമക്കുന്നവരാണ്. അങ്ങനെയുള്ളവരെ ഒഴിഞ്ഞിരിക്കണം. ദുരുപദേശം പഠിപ്പിക്കുന്ന ആളുകൾ ദൈവത്തിന്റെ വചനത്തിനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആളത്വം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം, ക്രിസ്തുവിന്റെ നിത്യമായ പുത്രത്വം, അവന്റെ ഇരുവിധമായ പ്രകൃതങ്ങൾ ഇത്യാദി അത്യന്തം പ്രബലമായ ഉപദേശസത്യങ്ങൾക്ക് വിരോധമായി പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന സകല ആളുകളിൽ നിന്നും വേർപാട് പാലിക്കുക. 9 പറയുന്നത് എല്ലാ പാപങ്ങളിൽ നിന്നും അസന്മാർഗീയതകളിൽ നിന്നും വേർപെടുക. 1 പത്രോസ് 1:16. മദ്യപാനം, വെറിക്കൂത്ത് മുതലായ എല്ലാ അസന്മാർഗിക പ്രവൃത്തികളിൽ നിന്നും ഒരു വിശ്വാസി വേർപെടുക. 2 കൊരിന്ത്യർ 7 ആദ്യ വാക്കിൽ പറയുന്നത്, അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്നാണ്. ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നു. അപ്പോൾ തന്നെ ഈ പറയപ്പെട്ട ഈ 9 കൂട്ടം ആളുകളിൽ നിന്നും അവരോടുള്ള കൂട്ടായ്മ മുതൽ നിന്നും ഒരു വിശ്വാസി തന്നെ താൻ അകന്ന് സൂക്ഷിക്കണം. അതിനെയാണ് വേർപെട്ട ജീവിതം എന്ന് പറയുന്നത്. പ്രത്യക്ഷമായി വേദോത്സവം പഠിപ്പിക്കുന്ന ഉപദേശ സത്യമാണ് വേർപെട്ട ജീവിതം. ലോകം വിശ്വാസത്തിൽ പ്രവേശിക്കാതെ, വിശ്വാസി ലോകത്തിലാണെങ്കിലും ലോകത്തിന്റെ താത്വിക ചിന്തകൾക്ക്, മായ ഇമ്പങ്ങൾക്ക് അടിമപ്പെടാതെ ഒരു ദൈവവേദന നിലയിൽ തങ്ങളെ തന്നെ വിശുദ്ധിയിലും വെടുപ്പിലും നിർമ്മലതയിലും സൂക്ഷിക്കുന്ന ജീവിതമാണ് വേർപെട്ട ജീവിതം എന്ന് പറയുന്നത്. അല്പം കൂടെ വ്യക്തമായി ഞാൻ പറഞ്ഞാൽ, ബാബേലിൽ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച മാംസാഹാരം ഞങ്ങൾ കഴിക്കുകയില്ല, ഞങ്ങൾ ശാഖഭോജനം മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് അവകാശപ്പെട്ട ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ രാജാവ് നിർത്തിയ ബിംബത്തെ ഒരു കാരണവശാലും നമസ്കരിക്കുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്ത ദാനിയേൽ, ഇങ്ങനെയുള്ള ആളുകൾ യഥാർത്ഥമായി ജീവിതത്തിൽ വേർപാട് പാലിച്ച വിശുദ്ധന്മാരാണ്. ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ വക എല്ലാ പാപ സ്വഭാവങ്ങളിൽ നിന്നും, പാപപ്രവൃത്തികളിൽ നിന്നും, പാപത്തിൻ്റെതായ കൂട്ടായ്മകളിൽ നിന്നും നമ്മളെ തന്നെ അകന്ന് സൂക്ഷിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. ആ നല്ല സാക്ഷ്യം ദൈവം നമ്മെക്കുറിച്ച് സാക്ഷിക്കും. നമ്മുടെ വിശ്വാസ ജീവിതം പുത്തുവരുത്തപ്പെട്ട ജീവിതമല്ല, യഥാർത്ഥ വേർപാടിന്റെ ഉപദേശം ദൃഢതയോടെ മുറുകെ പിടിക്കുന്ന ജീവിതം ആയിരിക്കണം. ഒരുവിധ ജീവിതം ജീവിക്കുവാൻ എല്ലാവരും താല്പര്യപ്പെട്ടേക്കാം. യഥാർത്ഥ വേർപെട്ട ജീവിതം നയിക്കുവാൻ ഏറെ പങ്കപ്പാടുകളും ഏറെ കഷ്ടതകളുമുണ്ട്. അതിന് ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും, ഒറ്റപ്പെടലും നിന്നയും സഹിക്കേണ്ടി വന്നാലും, സാമ്പത്തിക തിരോധനങ്ങൾ സഹിക്കേണ്ടി വന്നാലും, മറ്റുള്ള ആളുകൾ എല്ലാം ഒറ്റപ്പെടുത്തി ഏകനായി കഴിയേണ്ടി വന്നാലും, ദൈവത്തിന്റെ വചനം നിർദ്ദേശിക്കുന്ന ഉപദേശ സത്യത്തിന് അനുസരണമായി വേർപാടും വിശുദ്ധിയും പാലിക്കുവാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദൽ ബാധ്യസ്ഥനാണ്. അങ്ങനെയുള്ളവർക്ക് ദൈവസന്നയിൽ തികഞ്ഞ പ്രാഗൽഭ്യമുണ്ട്. അവരെക്കുറിച്ച് കർത്താവ് തന്നെ സാക്ഷ്യം പറയും. നല്ലവനും വിശ്വസ്തനുമായിട്ടുള്ള ദാസിയെ എന്ന് കർത്താവ് അവരെ കമന്റ് ചെയ്യും. അങ്ങനെയുള്ള ശ്ലാഘനീയമാകുന്ന പെരുമാറ്റം നമ്മുടെ കർത്താവിൽ നിന്ന് വരും ഭാവിയിൽ ലഭിക്കത്തക്കോണം നല്ല വിശ്വസ്തയോടുകൂടെ വേർപാടിന്റെ അനുഭവം രാജിയിപ്പാൻ ദൈവമായ കർത്താവ്
നമ്മേവരെയും സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.